ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 27ാവിൻ്റെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 27ാവിൻ്റെ സ്പെഷ്യൽ ഒന്ന് കണ്ടു നോക്കിയാലോ. 27ാവിൻ്റെ സ്പെഷ്യൽ ഞാൻ കലത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അരി പച്ചരിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട്. ശർക്കര എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ തേങ്ങാക്കൊത്തുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പ്, പിന്നെ ചെറിയ ഉള്ളി മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ചെറിയ ജീരകം 4 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അരിയുടെ കൂടെ തന്നെ അരക്കാനാണ്. പിന്നെ ഇതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണയാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ ഇവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മൈദ ഇതിലിടണില്ല, ആവശ്യമുണ്ടെങ്കിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതാ കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഈ ശർക്കര ഉരുക്കിയ ചൂടോടെ തന്നെയാണ് കേട്ടോ ഞാൻ ഈ അരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശർക്കര ചൂടോടെ തന്നെ ഉരുക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ശർക്കരയൊക്കെ ഇതാ ഉരുകി നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അതിനെ അരച്ചെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമായിട്ടാട്ടോ അത് അരച്ചിട്ടുള്ളത്. ഇനി ഇതാ 2ാമത്തെ പ്രാവശ്യത്തിലാണ് കേട്ടോ ചോറിട്ട് കൊടുക്കുന്നത്. ഇതിലിതാ ശർക്കര വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിക്കണത്. പിന്നെ ഏലക്ക, ചെറിയ ജീരകമൊക്കെ ഞാൻ ഇതിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇന്ന് നോമ്പ് തുറക്കാനും ഒക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് കലത്തപ്പാണ് കേട്ടോ. നോമ്പ് തുറക്കാൻ വേറെ വിഭവങ്ങളൊന്നും ഇല്ല കേട്ടോ ഒന്ന്. അപ്പോൾ ഇതാ 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുത്തതാണ് കേട്ടോ ഇത്. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. ഒരു ഇത്തിരി ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, ബേക്കിംഗ് സോഡ അല്ല ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ കലത്തപ്പത്തിൻ്റെ പാകല്ല മാവ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് സമയം ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നത് വരെയുള്ള കേട്ടോ വെക്കണത്. അപ്പോൾ തേങ്ങാക്കൊത്തിന് വേണ്ടിയുള്ള തേങ്ങയാണ് കേട്ടോ. ഇത് ഞാനിതാ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ മൂപ്പിച്ചെടുക്കണത്. അപ്പോൾ തേങ്ങയ്ക്ക് ഇതാ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. ഇത് ചൂടാറിയതിന് ശേഷം കേട്ടോ അതിന് ഈ അരച്ച് വെച്ച മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അടുത്ത് ചെറിയ ഉള്ളിയാണ് കേട്ടോ മൂപ്പിച്ചെടുക്കണേ. ചെറിയ ഉള്ളി ഇതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെ നല്ല മൂപ്പിച്ച് നല്ല ഉഷാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായിട്ട് ഇതാ ചൂടായിട്ടുണ്ട് കേട്ടോ. കുക്കർ നല്ല ചൂടാവണം കേട്ടോ കലത്തപ്പം ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ചെറിയ ഉള്ളിയും തേങ്ങയൊക്കെ ഇതാ മാവിലിട്ട് കൊടുക്കുക കേട്ടോ. അതൊക്കെ നന്നായി ചൂടാറിയതിന് ശേഷമാണ് ഞാൻ മാവിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ കുക്കർക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഇത്ര ഓയിലൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ഓയിൽ ഒഴിച്ചിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ഓയിൽ മാറ്റി കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ കുക്കറിലാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പം ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പം ഞാനിത് നല്ല ഹൈ ആയിട്ടാട്ടോ ഒരു മിനിറ്റ് വെച്ചിട്ടുള്ളത്. ഇതിന് കുക്കറിന്റെ ഈ മുരിഞ്ഞ് വരുന്ന സമയത്താണ് കേട്ടോ ഞാനിതിന് അടച്ചു കൊടുക്കണത്. അങ്ങനെ നമ്മുടെ കലത്തപ്പത്തിന്റെ സൈഡൊക്കെ ഏകദേശം മുരിയാനായിട്ട് കേട്ടോ. ഞാൻ വിസിൽ ഊരിട്ടാണ് കേട്ടോ ഇതിന് അടപ്പ്. അങ്ങനെ ഇത് അടച്ചു വെച്ചതിന് ശേഷം ഞാൻ ഇതിന് ലോ ഫ്ലെയിമിലാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു 15 മിനിറ്റ്, ഏകദേശം 20 മിനിറ്റിന്റെ അടുത്താവുമ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിപ്പോൾ നമുക്കിത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് തണുക്കുമ്പോഴേക്കും നമ്മുടെ കലത്തപ്പം നല്ലതായിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ അത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കലത്തപ്പം നന്നായി ഉഷാറായി നമ്മുടെ കുക്കറിൽ നിന്നൊക്കെ വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതൊരു പ്ലേറ്റിക്ക് കൊടുക്കാം.
അങ്ങനെ കുക്കറിൽ കുക്കർ കലത്തപ്പൊക്കെ അതാ ഉഷാറായിട്ട് നമ്മളെ പൂ പോലത്തെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുക്കറിലെ കലത്തപ്പം. ഇതാണ് കേട്ടോ നമ്മുടെ കലത്തപ്പത്തിൻ്റെ ഒരു പീസ്. നമ്മളെ 27 സ്പെഷ്യലായിട്ടുള്ള അപ്പമാണ് കേട്ടോ ഇന്നത്തെ. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ, ഒന്ന് കമൻറ്റൊക്കെ ചെയ്യണ്ടോ നിങ്ങൾ. അടുത്ത് നമ്മൾ ഇന്നത്തെ കലത്തപ്പം പിന്നെ ഇളനീർ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ഇളനീർ ജ്യൂസും കലത്തപ്പാണ് കേട്ടോ ഇന്ന് നോമ്പ് തുറക്കാനും എല്ലാം അതിനൊന്നും തന്നെയാണ് കേട്ടോ നമുക്ക്. അപ്പം ഞാൻ അത് കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ജ്യൂസൊക്കെ ഇതാ റെഡിയായി. നോമ്പ് തുറക്കേണ്ട ഏകദേശം ടൈമിലേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ ജഗ്ഗിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോമ്പ് തുറന്നു കേട്ടോ, വാങ്ങൊക്കെ കൊടുത്തു, നോമ്പ് തുറക്കാം കേട്ടോ. അപ്പം ഇനി നമ്മുടെ കലത്തപ്പം ഒന്ന് കഴിച്ചു നോക്കട്ടോ, എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ കലത്തപ്പം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. അപ്പോൾ മോൾട്ടിയുടെ സ്പെഷ്യലാണ് കേട്ടോ ഇത്. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.